ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദാ പുതിയ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷനും കൂടെ അറൈവ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് എല്ലാം ഒരു വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ടല്ലോ, കുറെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷനും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. ഒരു വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലാണെങ്കിലും സെയിം മെറ്റീരിയൽ കൊണ്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ് വന്നിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇതാ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 47 ആണ് ലെങ്ത് വരുന്നത്. മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത്. 38 അത്രയും മീഡിയം സൈസിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ സെയിം കളറിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ്. ഈ ഒരു ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയൊരു ഫ്ലവർ ആണ് വന്നേക്കുന്നത്. ഇതിൽ വന്നേക്കുന്ന അത്യാവശ്യം വലിയ വലിയ ഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതും മീഡിയം സൈസ് തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നൈറ്റി ഫ്രോക്കിന്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 38 ആണ് മീഡിയം സൈസ് വന്നേക്കുന്നത്. ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു 47 ലെങ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ തന്നെ നല്ലൊരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും വൈറ്റ് ഗോൾഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രില്ലിന്റെ എൻ പോർഷനിലും പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് 38 ആണ് മെഷർമെന്റ് കേട്ടോ. ലെങ്ത് വന്നിട്ടാണെങ്കിൽ 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷൻ വന്നിട്ട് ഒരുപാട് വ്യൂവേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കേട്ടോ. അപ്പൊ നമ്മളോട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്കിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. സെയിം മെറ്റീരിയൽ കൊണ്ട് ഫ്രില്ല് ചെയ്തിട്ട് എൻ പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ്. ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ്. നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡിലാട്ടോ. ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് വന്നേക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത്. ഒരു 40 ആണ് മെഷർമെന്റ് വരുന്നത്. ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 എബോ ആയിട്ട് 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. സ്ലീവ് എല്ലാം പഫ് സ്ലീവിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമ്മളൊരു ടൈ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ്. നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് മെറൂൺ ഷെയ്ഡ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിൽ തന്നെ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് വന്നേക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ഞാൻ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള, അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നതും നമ്മളെടുത്ത് ലാർജ് സൈസിൽ മെറൂൺ ഷെയ്ഡ് തന്നെയാണ്. ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് ആണ്. എല്ലാം വന്നേക്കുന്നത് വെറൈറ്റി പ്രിന്റിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിലാണ്, ലീഫിന്റെ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടില്ല. നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഇതിനാണെങ്കിൽ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. ലെങ്ത് വരുന്നത് 48 ആണ് കേട്ടോ. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 49 ആയിട്ടാണ് ലെങ്ത് വരുന്നത്. ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 48 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം വരുന്നത് മെറൂൺ ഷെയ്ഡിലാണെങ്കിലും ഡിഫറെന്റ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് കളക്ഷനും കൂടെ കാണാം.
നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിൽ തന്നെയാണ്. 40 ആണ് മെഷർമെന്റ് വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റിന്റെയാണ് ഈ ഒരു മെറ്റീരിയലും വന്നിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻപോഷിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിൽ തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ്. ഇതിന്റെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നല്ലൊരു അടിപൊളി ലേസ് ആണ്, നമ്മൾ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളർ പൈപ്പിംഗ് തന്നെയാണ്. സ്ലീവ് എല്ലാം വന്നിട്ടുള്ളത് നോർമലി പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിൽ ഒരു 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നൈറ്റി ഫ്രോക്ക് ആണ്. ഇത് മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് കേട്ടോ. സ്ലീവ് വന്നിട്ടാണെങ്കിൽ പഫ് സ്ലീവ് ആണ്, കുറച്ച് ലെങ്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം നോർമലി ചെയ്യുന്ന പോലെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്തിലാണ് വന്നിട്ടുള്ളത്. എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 47 അത്രയും ലെങ്ത് ആട്ടോ വരുന്നത്. അപ്പൊ അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസ് ആണ്. ഒരു 42 ആണ് മെഷർമെന്റ് വരുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ മുന്നേ ഫസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഫ്രില്ലില് നമ്മൾ ഓറഞ്ച് കളറാണ് പേര് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടുള്ളത് ഒരു പഫ് സ്ലീവ് ആണ്. അത്യാവശ്യം ലെങ്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ടൈ ഉണ്ട്. ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 48 ഒക്കെ ആയിട്ട് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ലെങ്തിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വൈറ്റ് ഗോൾഡ് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. ഒരു സാൻഡൽ കളർ ഒക്കെ ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളർ കോമ്പിനേഷൻ പെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് തന്നെയാണ്. നോർമലി ചെയ്യുന്ന പോലെ തന്നെ വന്നിട്ടുള്ള സ്ലീവ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈ ആണെങ്കിലും ഒരു ആംഗിൾ ലെങ്തിലും ഫ്രില്ല് ചെയ്തേക്കുന്ന എല്ലാം നമ്മൾ നോർമലി ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. 42 ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു കളർ വന്നിട്ട് നല്ലൊരു അടിപൊളി റെഡ് ഷെയ്ഡിലാണ്. റെഡിൽ ഒരു വൈറ്റ് കളർ പ്രിന്റ്, വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നെക്കിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഫ്രില്ല് ചെയ്തിട്ടുണ്ടോ. സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് തന്നെയാണ്. ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെയാണ്. ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് ആണെങ്കിൽ 48 എബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതും വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് ഒരു റോസ് ഫ്ലവറിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. 42 ആണ് മെഷർമെന്റ് വരുന്നത്. ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാൻഡൽ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിന്റെ ഡിഫറെന്റ് ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിലും നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ്. ഈ ഒരു പോർഷനിലാണെങ്കിലും ഇതിന്റെ ഫ്രില്ലിന്റെ എൻ പോർഷനിലും നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിൽ ഒരു 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ്. ഇതിന്റെ നെക്കിലാണെങ്കിൽ നമ്മൾ ഫ്രില്ലിലും സെയിം ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് തന്നെയാണ്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ്. ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ 44 ആണ് കേട്ടോ. നെക്കില് നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു പോർഷനിലും എൻ പോർഷനിലും ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഡബിൾ എക്സൽ സൈസിൽ ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 49 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ്. നല്ലൊരു അടിപൊളി റാണി പിങ്ക് ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
ഫ്രില്ലിന്റെ എൻ പോർഷനിലാണെങ്കിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് വന്നിട്ടാണെങ്കിൽ 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിൽ വന്നേക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ ഒരു പ്രിന്റ് വന്നേക്കുന്ന പാറ്റേൺ ആണ്. ഇതും നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം മീഡിയം ലാർജ് സൈസിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ്. വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു 48 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റെഡിന്റെ സെയിം കളറിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഡിഫറെന്റ് ഡിസൈനിൽ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. നെക്കിലാണെങ്കിൽ സെയിം ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പൊ എല്ലാവരും ചെസ്റ്റ് സൈസ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇതിന്റെ സൈസ് എങ്ങനെയാന്ന് നോക്കാന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചെസ്റ്റിന്റെ സൈസ് 44 എന്ന് പറയുന്നത്. ഡബിൾ എക്സൽ കേട്ടോ. ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 48 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലും ഇത്തിരിയും കൂടെ ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു റെഡ് ആണ്. ലീഫിന്റെ ഒരു പാറ്റേൺ വന്നിട്ട് വൈറ്റ് ഗോൾഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിൽ കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് ഷെയ്ഡിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഡാർക്ക് റെഡിന്റെ കുറച്ചുകൂടെ അല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. വൈറ്റ് ഗോൾഡിന്റെ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത്. ലെങ്ത് ആണെങ്കിൽ 48 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ്. ബ്ലാക്ക് കളർ ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡബിൾ എക്സലിന്റെ 44 ആണ് മെഷർമെന്റ് വരുന്നത്. സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നതാണെങ്കിൽ 48 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു അടിപൊളി ഷെയ്ഡാട്ടോ വന്നിട്ടുള്ളത്. ഇതിലൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവ് ആണ് കേട്ടോ. ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിൽ 48 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നതാണ് ഈ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലാർജ് സൈസിലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു റോസ് ഫ്ലവറിന്റെ പ്രിന്റ് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. 40 ആണ് മെഷർമെന്റ് വരുന്നത്. ലെങ്ത് ആണെങ്കിൽ 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി കളക്ഷൻസ്, എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള വെറൈറ്റി കളർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ വന്നിട്ടുള്ള നൈറ്റി ഫ്രോക്കും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. മുന്നേ നമ്മളോട് ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അത്. അപ്പൊ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സീ യു ലവ് യു.